കുതിരാനിലിറങ്ങിയ ചട്ടമ്പിയായ കാട്ടുകൊമ്പനെ തുരത്താൻ മാനസാന്തരം വന്ന പഴയ 2 ചട്ടമ്പിയാനകളെ എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കുതിരാനിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന കാട്ടുകൊമ്പനെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ വനംവകുപ്പ് നടപടി തുടങ്ങി. അതിന്റെ ഭാഗമായി വയനാട്ടിൽ നിന്നും 2 കുങ്കിയാനകളെ ഇരുമ്പുപാലത്തെത്തിച്ചു. വിക്രം, ഭരത് എന്നീ കുങ്കിയാനകളെയാണ് ലോറിയിലെത്തിച്ചത്. കാട്ടുകൊമ്പന്റെ ജനവാസ മേഖലയിലേക്കുള്ള വരവ് നിരീക്ഷിക്കുകയാണ് വനംവകുപ്പിന്റെ പ്രത്യേക സംഘം ആദ്യം ചെയ്യുക. തുടർന്ന് കുങ്കിയാനകളെ ഉപയോഗിച്ച് പീച്ചി, വാഴാനി വനമേഖലയിലേക്ക് തുരത്തും. കൊമ്പനെ മയക്കുവെടി വെച്ച് പിടിക്കാൻ വനംവകുപ്പ് തൽക്കാലം തീരുമാനിച്ചിട്ടില്ല. കുതിരാൻ ഉൾപ്പെടുന്ന ചെങ്കുത്തായ വനമേഖലയിൽ കുങ്കിയാനകളെ ഉപയോഗിച്ച് കാട്ടാനയെ തുരത്താൻ എത്രമാത്രം സാധിക്കുമെന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കാട്ടാന കടന്നു വന്ന വഴി സോളാർ ഫെൻസിംഗ് ഉപയോഗിച്ച് അടയ്ക്കും. അതിനിടെ വനംവകുപ്പിന്റെ ദൗത്യം ഇന്ന് ആരംഭിക്കാനിരിക്കെ ഒറ്റയാൻ ജനവാസ മേഖലയിൽ ആക്രമണം നടത്തി. വീടിന് നേരെയാണ് ആക്രമണം നടത്തിയത്. കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതിനാൽ 2 മാസമായി ജനങ്ങൾ ഭീതിയിലാണ്. ഒരാഴ്ച മുമ്പ് ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനയെ തുരത്താനെത്തിയ വനംവകുപ്പ് വാച്ചറെ ആന ആക്രമിച്ചിരുന്നു. പിന്നീട് വനംവകുപ്പിന്റെ വാഹനത്തിന് നേരെയും കാട്ടാനയുടെ ആക്രമണമുണ്ടായി. കാട്ടുകൊമ്പൻ ഭീതി പരത്തിയ സാഹചര്യത്തിലാണ് കാട്ടാനയെ തുരത്താൻ കുങ്കിയാനയെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് PGDFO വനംവകുപ്പിന് കത്തെഴുതിയത്.